വെൽക്കം ബാക്ക് എവരിവൺ. ദിസ് ഈസ് ഹരീഷ് ഫ്രം ടെക് ടോക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ടെക് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പീക്ക് ഡിസൈൻ എന്ന ബ്രാൻഡിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് കിക്ക് സ്റ്റാർട്ടർ ക്രൗഡ് ഫണ്ടിംഗ് ക്യാമ്പയിനിലൂടെയാണ്. കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് ചേർന്നാണ് ഈ ഒരു ബ്രാൻഡ് ഫോം ചെയ്തിരിക്കുന്നത്. ഇവർ പോസ്റ്റ് ചെയ്ത ക്യാമ്പയിനുകളിൽ ഒട്ടുമിക്ക പ്രൊഡക്ട്സുകളും ഹ്യൂജ് സക്സസ് ആയിരുന്നു. ഇവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ട്രാവൽ ട്രൈപോഡ് വളരെ പോപ്പുലറാണ്. ഈ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് $12 മില്യൺ ഫണ്ട് റേസ് ചെയ്തതും ഏറ്റവും കൂടുതൽ ബാക്കേഴ്സ് കിട്ടിയിട്ടുള്ളതും. അഫ്കോഴ്സ് ഈ ഒരു അനോമസ് സക്സസിന് കാരണം അവരുടെ ഇന്നോവേറ്റീവ് ഡിസൈൻസും പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റിയും കൊണ്ട് തന്നെയാണ്. ടോപ്പ് ഡിസൈൻസ് അവാർഡ്സ് അടക്കം ഒരുപാട് അംഗീകാരങ്ങൾ പിന്നീടും ഈ ഒരു ബ്രാൻഡിനെ തേടിയെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രസ്റ്റീജിയസ് ബ്രാൻഡിൻ്റെ കുറച്ച് പ്രോഡക്ട്സ് ആണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ പ്രോഡക്ട്സ് ഒക്കെ എനിക്ക് അയച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ വീഡിയോ ലിങ്ക്സ് എന്നുള്ള സ്ഥാപനമാണ്. ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും നേരത്തെ അറിയാമായിരിക്കാം. ക്യാമറാസും ആക്സസറീസൊക്കെ സെല് ചെയ്യുന്ന കേരളത്തിലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനം തന്നെയാണ് വീഡിയോ ലിങ്ക്സ്. അപ്പോൾ ഇവരുടെ തന്നെ പാരന്റ് കമ്പനിയായ നെക്സ്റ്റ് ജെൻ ഇമേജ് ഗിയേഴ്സ് ആണ് ഇന്ത്യയിലെ പീക്ക് ഡിസൈൻ ഒഫീഷ്യൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഫാസ്റ്റസ്റ്റ് ഷിപ്പിങ്ങിൻ്റെ കാര്യത്തിലും അവരുടെ പാക്കേജിങ്ങിൻ്റെ കാര്യത്തിലും വളരെ പോപ്പുലറാണ് വീഡിയോ ലിങ്ക്സ്. പീക്ക് ഡിസൈൻ ഇറക്കിയിട്ടുള്ള ക്യാമറ സ്ട്രാപ്സ് ആണ് സ്ലൈഡ് ലൈറ്റ്, ലീഷ്, അതുപോലെ കഫ്. ഇതിൽ സ്ലൈഡ് സീരീസ് ആദ്യം നമുക്ക് നോക്കാം. 2 സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. 45mm സ്ട്രാപ്പ് വിഡ്ത്തിലാണ് സ്ലൈഡ് വരുന്നത്. വളരെ പോപ്പുലർ ആയിട്ടുള്ള 2 കളേഴ്സാണ്, ആഷ് കളറും സേജും. 32mm സ്ട്രാപ്പ് വിഡ്ത്താണ് സ്ലൈഡ് ലൈറ്റിന് വരുന്നത്, ബ്ലാക്കും മിഡ് നൈറ്റ് ബ്ലൂവും. പീക്ക് ഡിസൈൻ്റെ എല്ലാ സ്ട്രാപ്സും ഈ 4 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെയാണ് പീക്ക് ഡിസൈൻ എന്ന ബ്രാൻഡിനെ മറ്റുള്ള ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. പാക്കേജിങ്ങിൽ തന്നെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രീമിയം ഫീല് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സ്ലൈഡ് എന്നുള്ള വേരിയൻറ്റിൻ്റെ ബോക്സിൻ്റെ കൂടെ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. സ്ട്രാപ്പ് സ്റ്റോർ ചെയ്യാനായി ഒരു മൈക്രോ ഫൈബർ ക്യാരി പൗച്ച് കൊടുത്തിട്ടുണ്ട്. പൗച്ചിനകത്ത് വരുന്നത് ഈ ഒരു സ്ട്രാപ്പിൻ്റെ ആങ്കർ കണക്റ്റേഴ്സാണ്. പീക്ക് ഡിസൈനിന് പേറ്റൻ്റ് ഉള്ള ഒരു യുണീക്ക് കണക്റ്റിംഗ് മെത്തേഡാണ് ഈ ഒരു ആങ്കർ കണക്റ്റേഴ്സ് വഴി സാധ്യമാകുന്നത്. ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. മൊത്തം 4 ആങ്കർ കണക്റ്റേഴ്സും ക്യാമറയുടെ ട്രൈപോഡ് മൗണ്ടിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ആങ്കർ കണക്ടറും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇത് ക്യാമറയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു 4 ഇഞ്ചിൻ്റെ ഹെക്സ് റെഞ്ചും കൊടുത്തിട്ടുണ്ട്. സ്ലൈഡ് സ്ട്രാപ്പ്, ആങ്കർ കണക്റ്റേഴ്സ്, 4mm ഹെക്സ് റെഞ്ച്, ആങ്കർ മൗണ്ട്, രജിസ്ട്രേഷൻ കാർഡ്, ക്യാരിയിങ് പോച്ച്, ഇത്രയും കാര്യങ്ങളാണ് പീക്ക് ഡിസൈൻ സ്ലൈഡിൻ്റെ കൂടെ വരുന്നത്. ഫീൽ ആൻഡ് ഫിനിഷിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഇതിൽ സേജ് കളർ വളരെ അഡ്വഞ്ചറസ് എർത്തി ലുക്കാണ് തരുന്നത്. സ്ട്രാപ്പ് എൻഡിലുള്ള ആ ഒരു ലെതർ ആക്സൻറ്റും സ്റ്റിച്ചിങ്ങും വളരെ അട്രാക്റ്റീവ് തന്നെയാണ്. വളരെ ക്വിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡുവൽ അഡ്ജസ്റ്റിംഗ് മെക്കാനിസം ആണ് ഈ ഒരു സ്ട്രാപ്പിനെ ഒരു യുണീക്ക് സ്ട്രാപ്പായിട്ട് മാറ്റുന്നത്. ജസ്റ്റ് ക്ലാമ്പ് അൺലോക്ക് ചെയ്യുക, പുള്ളി ചെയ്യുക, ലോക്ക് ചെയ്യുക, ദാറ്റ്സ് ഓൾ. ഇതന്നെ സ്ട്രാപ്പിൻ്റെ 2 എൻഡിൽ നിന്നും ക്വിക്കലി ആക്സസ് ചെയ്തുകൊണ്ട് സ്ട്രാപ്പിൻ്റെ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. സ്ലിംഗ് മോഡലാണെങ്കിലും ഷോൾഡർ നെക്ക് മോഡലാണെങ്കിലും ഇതുപോലെ ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെയാണ് പീക്ക് ഡിസൈൻ സ്ട്രാപ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഗ്ലാസ് റീൻഫോഴ്സ്ഡ് നൈലോൺ മെറ്റീരിയലും അതുപോലെ ആനോഡൈസ്ഡ് അലൂമിനിയം മെറ്റീരിയലിൻ്റെ നല്ല വെൽ ഡിസൈൻഡ് കോമ്പിനേഷനിലാണ് സ്ലൈഡിലുള്ള 2 ക്ലാംപ്സും ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ കാറിലൊക്കെ കാണുന്ന സീറ്റ് ബെൽറ്റ് ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഏതൊരു ഫാബ്രിക് ടൈപ്പ് ആയാലും സ്ട്രാപ്പ് വളരെ സ്മൂത്തായിട്ട് തന്നെ സ്ലൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഷോൾഡർ മോഡൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്മൂത്ത്നെസ് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാം. ഇതിനും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് പീക്ക് ഡിസൈൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനായി സ്ട്രാപ്പിൻ്റെ ഒരു വശത്തായി സിലിക്കോൺ കൊണ്ടുള്ള ഒരു ഗ്രിപ്പ് സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട്. ഗ്രിപ്പ് വേണ്ട സമയത്ത് ജസ്റ്റ് സ്ട്രാപ്പ് ഫ്ലിപ്പ് ചെയ്താൽ മാത്രം മതി. പറയാതിരിക്കാൻ പറ്റില്ല, വളരെ നല്ലൊരു ഗ്രിപ്പാണ് ഈ ഒരു മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നീട് എടുത്തു പറയേണ്ടത് പീക്ക് ഡിസൈൻ്റെ റെവല്യൂഷണറി ആയിട്ടുള്ള ഈ ഒരു ആങ്കർ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. 90 കിലോഗ്രാംസ് വരെ വെയിറ്റ് ലോഡിംഗ് കപ്പാസിറ്റിയുള്ള ഗ്ലാസ് റീൻഫോഴ്സ്ഡ് നൈലോൺ റിങ്സ് ആണ് ആങ്കർ ലിങ്ക്സിൻ്റെ ത്രെഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്ലാസ് റീൻഫോഴ്സ്മെൻറ്റും നൈലോണായിട്ട് 3 ലെയർ പ്രൊട്ടക്ഷനാണ് ഈ ഒരു ആങ്കർ ലിങ്ക്സിൻ്റെ ത്രെഡിനുള്ളത്. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ മെക്കാനിസമാണ് ഏറ്റവും സിമ്പിൾ.
ആങ്കർ സ്ട്രാപ്പിൽ പ്ലേസ് ചെയ്യുക, പുൾ ചെയ്യുക. അതുപോലെ റിലീസ് ചെയ്യുന്നതും വളരെ എളുപ്പമാണ്. ജസ്റ്റ് ആങ്കർ ഡോട്ട് പ്രസ് ചെയ്ത് പിടിക്കുക, വലിക്കുക. ഇത് പീക്ക് ഡിസൈൻ തന്നെ ഇൻവെന്റ് ചെയ്തിട്ടുള്ള ഒരു യുണീക്ക് ലോക്കിംഗ് മെക്കാനിസം ആണ്. വീഡിയോ എടുക്കുമ്പോഴൊക്കെ പലപ്പോഴും സ്ട്രാപ്പ് ബുദ്ധിമുട്ടാവാറുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് സ്ട്രാപ്പ് ഊരി മാറ്റാനും അതുപോലെ മൾട്ടിപ്പിൾ ക്യാമറ ഉപയോഗിക്കുന്നവർക്ക് സ്ട്രാപ്പ് സീംലെസ്ലി ചേഞ്ച് ചെയ്യാനും സാധിക്കും. അറിയാമല്ലോ, നമ്മുടെ ട്രഡീഷണൽ ക്യാമറ സ്ട്രാപ്പ് ഒരു ക്യാമറയിൽ നിന്നും മറ്റൊരു ക്യാമറയിലേക്ക് മാറ്റുന്നത് എത്ര ടൈം കൺസ്യൂമിംഗ് ആണെന്ന്. ഇതാകുമ്പോൾ അഡീഷണൽ ആങ്കർ ലിങ്ക്സ് വാങ്ങിച്ച് എല്ലാ ക്യാമറയിലും അറ്റാച്ച് ചെയ്താൽ മാത്രം മതി. പിന്നീട് ഫോട്ടോഗ്രാഫേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് ക്യാമറ സ്ട്രാപ്പ് ക്രോസ് വരുന്ന കാരണം പോർട്രേറ്റ് മോഡിൽ ഫോട്ടോസ് എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. ഈ ഒരു ഇഷ്യൂവും പീക്ക് ഡിസൈൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിനായിട്ടാണ് ക്യാമറയുടെ ട്രൈപോഡ് മൗണ്ടിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അഡീഷണൽ ആങ്കർ അഡാപ്റ്റർ കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ കൂടെ 4 ആങ്കർ ലിങ്ക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറയുടെ ബോട്ടത്തിലും ഈ ഒരു ആങ്കർ ലിങ്ക്സ് ഫിക്സ് ചെയ്യാം. ഈ ഒരു ഐഡിയ ഇംപ്ലിമെൻ്റ് ചെയ്തതിലൂടെ വളരെ കാലമായിട്ട് നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ തന്നെയാണ് പീക്ക് ഡിസൈൻ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ മറ്റൊരു അഡ്വാൻറ്റേജ്, സ്ട്രാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പലപ്പോഴും ക്യാമറ ഹൊറിസോണ്ടലായിട്ടായിരിക്കും ഹാങ് ചെയ്ത് എടുക്കുന്നത്. പ്രത്യേകിച്ച് ടെലി ലെൻസൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ലെൻസ് പലയിടത്തും തട്ടി ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നത് പതിവാണ്. അപ്പോൾ സ്ട്രാപ്പിൻ്റെ ഒരു എൻഡ് ബോട്ടത്തിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ക്യാമറ ലെൻസ് എപ്പോഴും ബോട്ടം ഫേസ്ഡായി സേഫായിട്ട് തന്നെ ഇരുന്നുള്ളൂ. മാത്രമല്ല, എഡ്ജിൽ സ്ട്രാപ്പ് വരാത്തതുകൊണ്ട് ക്യാമറ ഹോൾഡ് ചെയ്യാനും വളരെയധികം കൺവീനിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെവിയസ്റ്റ് ക്യാമറയും ലെൻസസ് ആണെങ്കിൽ സ്ലൈഡ് എന്നുള്ള ഈ സ്ട്രാപ്പ് തന്നെയാണ് ഹൈലി റെക്കമെൻഡഡ്. കാരണം ഇതിൻ്റെ സ്ട്രാപ്പ് വിടുത്ത് 45 mm ആണ്. അതുപോലെ സ്ലൈഡ് സ്ട്രാപ്പ് ഇൻറ്റേർണലി പാഡഡ് ആണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് കൊണ്ടുള്ള യാതൊരു ഡിസ്കംഫർട്ടും നിങ്ങളുടെ ഷോൾഡേഴ്സിന് ഉണ്ടാവില്ല. ഷോൾഡർ സ്ട്രാപ്പായും നെക്ക് സ്ട്രാപ്പായും വളരെ ഈസിയായി സ്ലിംഗ് മോഡിലേക്കും വളരെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാനും സാധിക്കും. സ്ലൈഡിൻ്റെ മാക്സിമം ലെങ്ത് വരുന്നത് 145 cm, മിനിമം 99 cm ആണ്. പീക്ക് ഡിസൈൻ്റെ എല്ലാ സ്ട്രാപ്സും 90 kilos വരെയുള്ള വെയിറ്റ് ലോഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു, ഹെവി ക്യാമറാസും സൂം ലെൻസൊക്കെ ഉപയോഗിക്കുന്നവർക്ക് സ്ലൈഡ് റെക്കമെൻഡ് ചെയ്യാം. മിറർലെസ് ക്യാമറാസും അതുപോലെ കുറച്ച് ലൈറ്റർ ക്യാമറാസിന് വേണ്ടിയിട്ട് സ്ലൈഡ് ലൈറ്റ് എന്നുള്ള വേരിയൻറ്റും ഉണ്ട്. ഇത് മോസ്റ്റ് ഡിമാൻഡിംഗ് ആയിട്ടുള്ള മിഡ് നൈറ്റ് എന്ന കളർ വേരിയൻ്റ് ആണ്. 32 mm ആണ് സ്ട്രാപ്പ് എടുത്തു വരുന്നത്. ഇതിനകത്തും സ്ലൈഡിൽ വന്ന പോലെ തന്നെ എല്ലാ ആക്സസറീസും സ്ലൈഡ് ലൈറ്റിലും വരുന്നുണ്ട്. കുറച്ചുകൂടെ ചെറിയ ക്യാരി പൗച്ചാണെന്ന് മാത്രം. പിന്നെ ഫിസിക്കലി ഉള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ പാഡിംഗ് ഈ ഒരു സ്ട്രാപ്പിന് വരുന്നില്ല. ബട്ട് സ്ലൈഡിലുണ്ടായിരുന്ന പോലെ ഗ്രിപ്പിന് വേണ്ടിയിട്ട് ആ ഒരു സിലിക്കോൺ സ്ട്രൈപ്സ് സ്ലൈഡ് ലൈറ്റിലും വരുന്നുണ്ട്. അതുപോലെ ലെതർ ആക്സെൻറ്റ് സ്ട്രാപ്പിൻ്റെ എൻഡിൽ നിന്ന് മാറി അഡ്ജസ്റ്റബിൾ ക്ലിപ്പിൻ്റെ സൈഡിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബ്ലൂ ആണ് ഡിമാൻഡിങ് കളറെങ്കിലും എൻ്റെ ഫേവറേറ്റ് ബ്ലാക്ക് തന്നെയാണ്. ആ ഒരു ബ്ലാക്ക് കളറും റെഡ് ആക്സെൻറ്റും ഒരു രക്ഷയില്ല, പൊളി. ബാക്കി ആങ്കർ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റയർ പീക്ക് ഡിസൈൻ്റെ എല്ലാ സ്ട്രാപ്പിലും സെയിം തന്നെയാണ്. പിന്നീട് പോയിന്റ് ആൻഡ് ഷൂട്ട് അതുപോലെ ലൈറ്റ് വെയ്റ്റ് ക്യാമറാസിന് വേണ്ടിയിട്ടാണ് ലീഷ് എന്ന ക്യാമറ സ്ട്രാപ്പ് റെക്കമെൻഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്ട്രാപ്പുകളിൽ നിന്ന് ഇതിൻ്റെ ഡിസൈൻ കുറച്ച് വ്യത്യസ്തമാണ്. 19 mm ആണ് ലീഷിൻ്റെ വിടുത്ത് വരുന്നത്. ലീഷിൻ്റെ കൂടെ സെയിം ഒരു ക്യാരി പൗച്ച്, ട്രൈപോഡ് ആങ്കർ അഡാപ്റ്റർ, 4 ആങ്കർ കണക്ടേഴ്സ്, 4 mm ഹെക്സ് റേഞ്ച്. മെറ്റീരിയലൊക്കെ സെയിം നൈലോൺ വെബിങ് തന്നെയാണ്. അതുപോലെ ലീഷ് 4 കളേഴ്സിലും അവൈലബിൾ ആണ്. ഇവിടെ കാണുന്ന ലൂപ്പിനകത്ത് വിരൽ കിടത്തി പുൾ ചെയ്ത് ബാൻഡിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നീട് സ്ലൈഡിലും സ്ലൈഡ് ലൈറ്റിലൊക്കെ ഉണ്ടായിരുന്ന പോലുള്ള ലോക്കിംഗ് മെക്കാനിസം ഇതിനകത്തില്ല. ബട്ട് ആ ലൂപ്പിൽ നിന്ന് കൈ മാറ്റുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ലോക്കാവുന്ന സിസ്റ്റമാണ് ഈ ഒരു ലീഷിൽ വരുന്നത്. എന്തായാലും 2 എഡ്ജൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മെക്കാനിസം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെയാണ്. സ്ലൈഡിൽ നിന്നും സ്ലൈഡ് ലൈറ്റിൽ നിന്നും ലീഷിലേക്ക് വരുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്നത് ഗ്രിപ്പിന് വേണ്ടി ഷോൾഡർ സ്ട്രാപ്പിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സിലിക്കോൺ പാഡിംഗ് ആണ്. ഇതൊഴിച്ച് വെയിറ്റ് ലോഡിംഗ് കപ്പാസിറ്റിയൊക്കെ 90 kilograms തന്നെയാണ് പീക്ക് ഡിസൈൻ്റെ ലീഷും സപ്പോർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ആയിട്ടാണ് പീക്ക് ഡിസൈൻ്റെ കഫ്. ഇതൊരു ഷോൾഡർ സ്ട്രാപ്പ് അല്ല, എങ്കിലും വളരെ കൺവീനിയൻ്റ് ആയിട്ട് ക്യാമറയിൽ അറ്റാച്ച് ചെയ്ത് കൊണ്ടു നടക്കാവുന്ന ഒരു റിസ്റ്റ് സ്ട്രാപ്പാണിത്. റിസ്റ്റ് ബാൻഡിൻ്റെ കൂടെ വരുന്ന 2 ആങ്കേഴ്സ് പിന്നെ ഒരു ക്യാരി കേസും. ആങ്കർ ക്ലിപ്പിംഗ് മെക്കാനിസമൊക്കെ സെയിം തന്നെയാണ്. വളരെ എലഗൻ്റ് ആയതും ക്യാമറ ആക്സിഡൻ്റൽ ഡ്രോപ്പിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ് പീക്ക് ഡിസൈൻ്റെ കഫ്. ഇതിൻ്റെ വെയിറ്റ് ക്യാരിങ് കപ്പാസിറ്റി 90 kilograms തന്നെയാണ്. ഈ ഒരു ബാൻഡ് നേരത്തെ പറഞ്ഞ പോലെ 4 കളേഴ്സിലും അവൈലബിൾ ആണ്. എങ്കിലും റിസ്റ്റ് ലൂപ്പിൻ്റെ ഭാഗം മൊത്തം ലെതർ ആക്സെൻറ്റിലാണ് വരുന്നത്. കൂടാതെ ക്യാമറ ഉപയോഗിക്കാത്ത സമയത്ത് ഇതൊരു റിസ്റ്റ് ബാൻഡായി മാത്രം ഉപയോഗിക്കാം. ഇതിൻ്റെ എഡ്ജ് മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ റിസ്റ്റ് സൈസ് ചെറുതായത് കാരണം പെർഫെക്റ്റ് ഫിറ്റിംഗ് കിട്ടുന്നില്ല.
19mm ആണ് ഈ ഒരു സ്ട്രാപ്പിൻ്റെ വിടുത്ത് വരുന്നത്. എന്തായാലും റൺ ആൻഡ് കൺ സിറ്റുവേഷനിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ഐറ്റം തന്നെയാണ് പീക്ക് ഡിസൈൻ്റെ കഫ്. കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ക്യാമറ ഷോപ്സിലും പീക്ക് ഡിസൈൻ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ഇതിൽ ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ട് ഈ എല്ലാ സ്ട്രാപ്സിനും പീക്ക് ഡിസൈൻ ലൈഫ് ടൈം വാറണ്ടിയാണ് കൊടുക്കുന്നത്. ഇതിൽ സ്ലൈഡിൻ്റെ പ്രൈസ് വരുന്നത് 5525 ആണ്. സ്ലൈഡ് ലൈറ്റിന് 4250, ലീഷിന് 3740, കഫിന് 2805. ഇതുകൂടാതെ 1890ക്ക് ആങ്കർ ലിങ്ക്സ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാനും സാധിക്കും. ഈ എല്ലാ പ്രോഡക്ട്സിൻ്റെയും പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഡക്ട്സ് ഒക്കെ അയച്ചു തന്നതിന് താങ്ക് യു സോ മച്ച്. വീഡിയോ ലിങ്ക്സ് അതുപോലെ നെക്സ്റ്റ് ജെൻ ഇമേജ് ഗിയേഴ്സ്. തുടർന്നും നിങ്ങളുടെ ഒരുപാട് പ്രൊഡക്ട്സ് ഫ്യൂച്ചറിൽ ടെക്ടോക്കിൻ്റെ വ്യൂവേഴ്സിന് പരിചയപ്പെടുത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഇൻഫർമേഷനും അപ്ഡേറ്റ്സിനായി എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ടെക്ടോക്ക് ബൈ ഹരീഷ് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൻ്റെയും പേര്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നതായിരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. കൂടെ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടെക്ടോക്ക്. ദിസ് ഈസ് ഹരീഷ് സൈനിങ് ഓഫ്. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ കിഡിലം ഇൻട്രോസ് എടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം നമ്മുടെ വളരെ അടുത്ത ഫ്രണ്ടും ആസിഫാണ്. അപ്പോൾ ആസിഫിനോട് തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ് എന്നുള്ളത്. ആസിഫ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഷൂട്ട്? അടിപൊളിയായിരുന്നു. പീക്ക് ഡിസൈൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ കാണാൻ പറ്റി. എല്ലാം സൂപ്പർ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ബിസി ഷെഡ്യൂളിൽ വന്ന് നമ്മുടെ ടെക്ടോക്കിൻ്റെ ഒരു ഫാമിലിയുടെ ഒരു ഭാഗമായതിന് ഭയങ്കര സന്തോഷം. ടെക്ടോക്ക് ഫാമിലിയുടെ ഭാഗം തന്നെയാണ് ആദ്യം മുതലേ. അപ്പം ഇനിയും ഇതുപോലുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു ആസിഫ്. താങ്ക് യു.